വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിന്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭങ്ങളിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈജിപ്തിനെതിരെ പടപൊരുതുന്ന ദൈവത്തിന്റെ കരവിരുത് നമുക്കിവിടെ കാണാം. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് അവരെ വീണ്ടും പിടിച്ചു ബന്ദികളാക്കി അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഫറവോയും കൂട്ടരും, അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വലിയ പോരാട്ടമാണ്. ഈജിപ്തുകാരും ഇസ്രായേൽക്കാരും തമ്മിലാണ് പോരാട്ടം. പക്ഷേ ദൈവമക്കളെ കൈവിടാത്ത ദൈവം ഇസ്രായേൽക്കാരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്നു എന്ന ബോധ്യം അവർക്ക് അവസാനം ബോധ്യപ്പെടുകയാണത്. അതുകൊണ്ട് അവർ പറയുകയാ, നമുക്ക് ഇവരിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. പക്ഷേ അവര് ചെങ്കടലിന്റെ നടുവിലാണ്. അവിടെ അവരെ തകർന്ന് താളടിയുന്ന രംഗമാണ്. അവരുടെ ഉള്ളിൽ ഭയം കയറി. ദൈവം അവരെ നോക്കി. അവര് ഭയവിഹുലരായി. അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഭയത്തിന്റെ നിഴലാട്ടമുണ്ടായതോടുകൂടെ അവര് എങ്ങനെയും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. അവരുടെ രഥങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് നാശമുണ്ടാവുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ വയ്യാതെയാകുന്നു. പ്രിയമുള്ളവരെ, അവര് പറയാ, എങ്ങനെയും ഓടി രക്ഷപ്പെടണം. നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽക്കാരല്ല, കർത്താവാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയുമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുമ്പം പലപ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുക സ്വാഭാവികമാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചില ആളുകളുമായിട്ട്, എൻ്റെ അച്ചാച്ചൻ ഒരു പാവം മനുഷ്യനായിരുന്നതുകൊണ്ട് പലരും അച്ചാച്ചനെതിരെ പ്രതികരിക്കുമായിരുന്നു. ഞാൻ വളർന്നു വന്നു കഴിഞ്ഞപ്പം അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ രംഗത്തിറങ്ങുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ അപ്പൻ എന്നോട് പറയും, ഡാ, കേരളാകത്ത് പ്രതികാരം ദൈവത്തിനുള്ളതാ, ദൈവം പ്രതികാരം ചെയ്തോളും, മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തി പെരയ്ക്കകത്ത് കയറ്റുമായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിൽക്കാലം ഞാൻ കണ്ടത് എൻ്റെ അപ്പനോട് പോരടിച്ചിരുന്നവരൊക്കെ ഒന്നുമില്ലാതെ ആയിത്തീരുന്ന അവസ്ഥയാണ്. ഇന്ന് അവരാരും, അവരുടെ തലമുറകൾ പോലും ഈ നാട്ടിലില്ല. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടണം. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. അത് നമ്മൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് നമ്മൾ ശാന്തമായിരുന്നാൽ ദൈവമക്കൾക്ക് വേണ്ടി പടപൊരുതുന്ന ദൈവത്തിൻ്റെ കരവിരുത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും ഇന്ന് ഉടനടി പ്രതികാരം ചെയ്യുന്ന ആ വ്യഗ്രതയുടെ മനോഭാവത്തിലാണ് നമ്മൾ പോണത്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ശാന്തത ഉൾക്കൊള്ളാൻ പറ്റാതെ നമ്മൾ ഉടനടി നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നത് അനർത്ഥത്തിലേക്ക് കലാശിക്കൂ എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രൈസ്തവരായ നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ ശാന്തമായിട്ട് എല്ലാത്തിനെയും കാണാനും കേൾക്കാനും പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ഒരു പുത്തൻ ചൈതന്യം ഈ ജൂബിലി വർഷത്തിൽ നമ്മളിലും നമ്മുടെ ഓരോ കുടുംബങ്ങളിലും, അങ്ങനെ സഭ മുഴുവനും നിറയട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.